കൊല്ലം ജില്ലയിൽ തന്നെ ഏകദേശം 1000-ലധികം കിലോയിൽ കൂടുതൽ തൂക്കമുള്ള ഒരു പോത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഹരിയാനയിലെ ജാഫ്രാപാതി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പോത്താന്നാ പറയുന്നത്. ശരി. ഇത് വളർത്താനാണ് കൊടുക്കാൻ താല്പര്യം. കാരണം സ്നേഹത്തോടു കൂടി വളർത്തുന്ന ഒരു പോത്തായിട്ടാണ്. ശരി. എന്നുവെച്ചാൽ സ്നേഹമുണ്ട്. അത് എൻ്റെ കൂടെ ഭയങ്കരമായ സ്നേഹം. അത് പുളിയരി പോലുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? പുളിയരി, പരുത്തി പുണ്ണാക്ക്, ഉമി, ഗോതമ്പ് ഉമി, ഇത് മൂന്നുമാ കൊടുക്കുന്നത്. രാവിലെ ഇച്ചിരി കാടി കൊടുത്തിട്ട് കൊണ്ടുവരും വയലില. പിന്നെ വൈകുന്നേരത്ത് 6 മണിക്കേ ഉള്ളു. വൈകുന്നേരത്ത് 6 മണിക്ക് പുളിയരി അവിച്ചത്, ഉമിയും പരുത്തി പുണ്ണാക്കൂടെ ഒരു ചരുവം കാടി കുടിക്കും. തീറ്റ കൊടുക്കാൻ നല്ലൊരു ചെലവ് വരുന്നുണ്ടോ? തീറ്റ കൊടുക്കാൻ നല്ലൊരു ചെലവാ വേണ്ടുന്നത്. എത്ര വർഷമായിരുന്നു ഇതിനെ മേടിച്ചിട്ട്? വാങ്ങിച്ചിട്ട് 3.5 വർഷം കഴിഞ്ഞു. ഇത് വാങ്ങിക്കുമ്പോ എന്തോ തൂക്കം ഉണ്ടായിരുന്നു അറിയോ? തൂക്കം 120 കിലോയും 120 കിലോ ആയിരുന്നില്ലേ? 120 കിലോ. രാവിലെ ശകലം കാടിയെ കൊടുക്കത്തുള്ളൂ. അപ്പം കാടി കൊടുത്തിട്ട് വയലിൽ കൊണ്ട് കെട്ടും. വയലിൽ നിന്ന് നേരെ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം വെള്ളത്തിലിടും, അല്ലെങ്കിൽ കുളിപ്പിക്കും. പിന്നെ വൈകുന്നേരത്തുള്ള കായേ ഉള്ളു. കാലിലാ കെട്ടുന്ന. പിന്നെ അല്ലാതെ എന്ന് പറയുന്നത് കച്ചിയൊന്നും തിന്നത്തില്ല. പോറ്റ തിന്നുന്നതേ ഉള്ളു. സ്പെഷ്യലായിട്ടുള്ള ആഹാരം ഒന്നും കൊടുക്കത്തില്ല. ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കച്ചിയല്ല, പോച്ചയേ ഉള്ളു. കച്ചി അത് തിന്നാൻ പാചില്ല. അന്ന് ആദ്യമേ കൊണ്ടുവരുമ്പം പോച്ചയെ തിന്നുന്നുള്ളു. വേറെ ഒന്നുമില്ല. ഇപ്പൊ എന്താ ഇതിനെ നോക്കാൻ പോയാത്ത? എനിക്ക് ഇപ്പം ബുദ്ധിമുട്ടാ. കാരണം നടക്കാനും മുട്ടിന് വേദനയൊക്കെ ആയതുകൊണ്ട് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഉണ്ടല്ലേ? എന്തെല്ലാം സ്നേഹമുള്ള ആളായിരുന്നു.